സ്വപ്നത്തിൽ ലഭിച്ച തൻ്റെ നിയോഗത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസനെന്ന് ഹൃദയത്തിലേറ്റുപറഞ്ഞ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഒരു പിതാവ്. അവനറിയാമായിരുന്നു അവന് ഇതുമൂലം വളരെയധികം വേദനകൾ അനുഭവിക്കേണ്ടി വരും. എന്നാലും ഒരു കുടുംബത്തിൻ്റെ നാഥനായ വിശുദ്ധ ഔസേപ്പിതാവ് തിരുക്കുടുംബ പാലകനായി തീർന്നത് എപ്രകാരമാണ് എന്ന് നാം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരും. വിശുദ്ധ ഔസേപ്പിതാവിനെ പലപ്പോഴും നാം കണ്ടുമുട്ടുന്നത് ഉണ്ണിയേശുവിനെ കൈകളിൽ ഏന്തി നിൽക്കുന്ന വാത്സല്യത്തോടു കൂടിയുള്ള വാർദ്ധക്യ സഹജമായ ഒരു മനുഷ്യനെയാണ്. എന്നാൽ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് അമ്മയാണ് പലപ്പോഴും സംസാരിക്കാറ്. ഒന്നും മിണ്ടാത്ത ഒരു വ്യക്തി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അവനെ പ്രകാരമാണ് വിശേഷിപ്പിക്കുന്നത്: നീതിമാനായ മനുഷ്യൻ. അതുകൊണ്ട് തന്നെയായിരിക്കണം കന്യകകളുടെ കാവൽക്കാരനായി വിശുദ്ധ ഔസേപ്പിതാവ് മാറിയത്. തൻ്റെ മരണശയ്യയിൽ മരണത്തോട് മുഖാമുഖം കണ്ടപ്പോൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പക്കൽ ഉണ്ണിയേശുവും പരിശുദ്ധ കന്യകാമറിയവും ഉണ്ടായിരുന്നു. നൽമരണ മധ്യസ്ഥൻ, തിരുക്കുടുംബ പാലകൻ. ഒരു കുടുംബത്തിൽ തൻ്റെ ഭാര്യയും മകനും ഒരു വളർത്തുപിതാവിനേക്കാൾ ഉപരി അവൻ ഏറ്റെടുത്ത വേദനകൾ, സഹനങ്ങൾ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ചിത്രം നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ ഓർമ്മയിലേക്ക് വരാറുണ്ട്. കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശുവിൻ്റെ അടുക്കൽ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് നോക്കി നിൽക്കുന്ന ഒരു പിതാവ്. 12-ാമത്തെ വയസ്സിൽ കാണാതെ പോയപ്പോൾ നിശബ്ദനായി നിൽക്കുന്ന ഒരു പിതാവ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു: അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനവിധേയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു: ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ആ ഒരു സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി മാറ്റിയ വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പിതാവ്. വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സഹനത്തിൻ്റെ ഒരു പിതാവാണ്, പ്രത്യാശയുടെ ഒരു പിതാവാണ്, നിഷ്കളങ്കതയുള്ള പിതാവാണ്, വാത്സല്യമുള്ള പിതാവാണ്, നീതിമാനാണ് അവൻ. അതുകൊണ്ട് മാത്രമാണ് താൻ ഏറ്റെടുക്കേണ്ടി വരുന്ന ഉത്തരവാദിത്തങ്ങൾ, താൻ ആരോടെല്ലാമാണോ വെല്ലുവിളികളോട് പാതയിലൂടെ കടന്നു പോകേണ്ടത്, അതെല്ലാം അറിഞ്ഞുകൊണ്ട് അവൻ അതിനു വേണ്ടി പ്രയത്നിച്ചു. അതുകൊണ്ടാണ് തിരുസഭ ഇത്ര കണ്ട് വിശുദ്ധ ഔസേപ്പിതാവിനെ തിരുസഭയുടെ പാലകനായി പോലും പരിഗണിക്കുന്നത്. വിശുദ്ധ ഔസേപ്പിതാവിനോട് നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധ ഔസേപ്പിതാവേ, എൻ്റെ ജീവിതത്തിലും പ്രത്യാശയുടെ തിരുനാളങ്ങൾ തെളിയിക്കണമേ, ശാന്തി നൽകണമേ, സമാധാനം നൽകണമേ. ജീവിതത്തിൽ അസ്വസ്ഥതകൾ വരുമ്പോൾ വാക്കുകളെക്കാൾ ഉപരി നിശബ്ദതയിൽ ധ്യാനിക്കുവാൻ, വാക്കുകളെ തീക്ഷ്ണതയോടുകൂടി ധ്യാനിച്ചുകൊണ്ട് മനനം ചെയ്ത് മറ്റുള്ളവരുടെ മുൻപിൽ സംസാരിക്കാനുള്ള ധൈര്യം എനിക്ക് നൽകണമെന്ന് ധ്യാനിക്കാം.